കുഞ്ഞമ്മേട്ടാ, ആ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞമ്പാട്ടിന്റെ പാട്ട് കേട്ടാ ഇങ്ങോട്ട് വന്നത്. അതെ, നിങ്ങൾ വിളിച്ചിട്ട്. അതെ, അതെ. അപ്പൊ എത്ര കാലം ഇങ്ങനെ പാടുന്ന? ഞാൻ പിന്നെ ചെറുപ്പത്തില് പിന്നെ എന്തൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഞാൻ മനസ്സിൽ കാണും. ആ കണ്ടിട്ട് ഞാൻ പാടും. എന്തെങ്കിലും ഒന്ന് വായിക്കുന്നത് കേട്ടാലോ, പിന്നെ റേഡിയോന്ന് കേട്ടാലോ, ഏതും ഞാൻ പിന്നെ ആ പാട്ട് കേട്ട് കഴിഞ്ഞിട്ടാകുമ്പോ ഞാനത് അങ്ങനെ പാടും, പാടി നോക്കും. അപ്പൊ നമുക്കിപ്പോ ഒരു പാട്ട് പാടാൻ കഴിയും? ഇപ്പൊ ഒരു പാട്ട് പാടാം. അത് സിനിമാ ഗാനമാണോ അല്ല? സിനിമാ ഗാനമാണ് അല്ലേ? അല്ലേ? ഇഷ്ടപ്പെട്ടൊരു പാട്ട്. ഇഷ്ടപ്പെട്ടൊരു പാട്ട് എന്ന് പറഞ്ഞാല് ഹോട്ടൽ ഹൈറേജിലെ ഒരു പാട്ട് പാടുന്നത്. അപ്പൊ തേച്ചും പാടണമെന്നില്ല, ഒരു പല്ലവി മാത്രം. ആ, സ്നേഹസരോവിനി മനസ്സിൽ നീയൊരു മോഹതരംഗമായി വന്നു. സ്നേഹസരോവിനി മനസ്സിൽ നീയൊരു മോഹതരംഗമായി വന്നു. ദാഹിച്ചുമെന്റെ കിനാവിന്റെ തീരം താലോലിച്ചു പുണർന്നു. സ്നേഹസരോവിനി മനസ്സിൽ നീയൊരു മോഹതരംഗമായി വന്നു. ദാഹിച്ചു നിന്റെ കിനാവിന്റെ തീരം താലോലിച്ചു പുണർന്നു. മതിയോ? പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ കാഴ്ചശക്തി ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടതല്ല, ജന്മനെ നഷ്ടപ്പെട്ടത് അല്ലേ? ജന്മനെ നഷ്ടപ്പെട്ടു. ഇപ്പോ എനിക്ക് പറഞ്ഞാല് ഒരു 68 വയസ്സ് പ്രായമായി. അപ്പൊ ഇന്നും ഏതെങ്കിലും പ്രോഗ്രാം കിട്ടി ഞാൻ റെഡി പോവും, പാട്ട് പാടും. പിന്നെ അമ്പലത്തിൽ ഭക്തിഗാനം, പിന്നെ ക്ലബ്ബ് മറ്റേ ഓണ പരിപാടിക്ക് ചലച്ചിത്രഗാനം, ഓണപ്പാട്ട്, ഇങ്ങനെ പാടും. ഭാര്യ സഹായം. അപ്പൊ അതില് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭാര്യ കൈ പിടിച്ചിട്ട് പോകുമ്പോ ഞാൻ പറയലുണ്ട്, കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ ചാരേ, കണ്ണുകളെന്തിനു വേറെ, കാണാനുള്ളത് കാട്ടിത്തരാം ഞാനുണ്ടല്ലോ ചാരേ, കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, ഇങ്ങനെ പാടൽ.